അപ്പൊ നമ്മുടെ ചക്കപ്പയ്യൻ റാഫിയും ഭാര്യ മഹീന മുന്നയും ഡിവോഴ്സ് ആയി എന്ന വാർത്തകളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിശ്വാസമില്ല അല്ലേ? കാണണം മധു. ഞാൻ സെപ്പറേറ്റഡ് ആണോ എന്നുള്ളൊരു ചോദ്യം. ഞങ്ങൾ സെപ്പറേറ്റഡ് തന്നെയാണ്. നമ്മൾ അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെയുള്ള സമയത്ത് മനസ്സ് പതറാണ്ടിരിക്കുക. എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് പറയണം എന്നില്ല. ബട്ട് ഞാൻ കുറച്ച് കാര്യം ഞാൻ പറയാം. ഇത്രയായ സ്ഥിതിക്ക് സത്യാവസ്ഥ തുറന്നു പറയാൻ ഞാൻ നിർബന്ധിതനാണ്. എനിക്ക് എൻ്റെ ലൈഫ് ഒരു ചർച്ചാ വിഷയമാക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. സത്യാവസ്ഥ എനിക്ക് മാത്രമേ അറിയുള്ളൂ. ആ സത്യാവസ്ഥ എന്താന്നുള്ളത് എനിക്ക് എല്ലാവരോടും പറഞ്ഞ് ചർച്ചാ വിഷയമാക്കാൻ താല്പര്യമില്ല. നമ്മൾ തമ്മിലുള്ള അടുപ്പ് സ്വല്പം കൂടിപ്പോയത് കൊണ്ട് നിനക്കെന്നെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ എന്നെ ഒന്നാന്തരം വിഡ്ഢിയാക്കാൻ നിനക്ക് പറ്റി. യുഎയിൽ വന്നതിന് ശേഷം ഞാൻ മാറി, അല്ലെങ്കിൽ അതിനുശേഷം ഞാൻ അവനെ ഒഴിവാക്കി എന്നുള്ളത്. ദൈവം ഒരാൾ മുകളിലുണ്ട്, ഇതിന് നീ അനുഭവിച്ചില്ലെങ്കിൽ അതൊരിക്കലും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മനസ്സാവാച കർണാടക അറിയാത്ത കാര്യമാണ്. 90% 95% ആൾക്കാർ ഇവിടെ വരുന്നത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. അവിടെ പോയപ്പോൾ അവൾ അങ്ങനെയായി, അവൾ അവിടെ പോയപ്പോൾ ഇങ്ങനെയായി. അതിനൊരു ഒരു സത്യാവസ്ഥ ഇല്ല. പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയാ, നമ്മൾ വിചാരിച്ചോ നല്ല ഉള്ളി. നിങ്ങളെങ്ങനെ വിചാരിച്ചു? ഞാൻ വിചാരിച്ചു നല്ലൊരു പെൺകുട്ടിയാണ്. എനിക്ക് എന്റെ സ്വന്തം കാലിൽ നിൽക്കണം, അല്ലെങ്കിൽ ആദ്യം ഞാൻ എന്റെ സ്വന്തം കാലിൽ നിൽക്കട്ടെ. ഇതിപ്പോ രംഗാണോ? ചിലപ്പോൾ ഈ ഒരു വീഡിയോന്റെ അടിയിൽ തന്നെ ഒരുപാട് കമന്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. എന്തോ ചെയ്യുമെന്ന് പറ ആരാധകർ നാറികളി. ഇവർ മാത്രം വന്നിരുന്ന് പറയുന്നത് നമുക്ക് അടപടൽ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവരുടെ സൈഡ് പറയുന്നുണ്ട്. അത് ശരി, അപ്പൊ ഇവിടെ ആർക്കും എന്നെ വിശ്വാസമില്ലേ? അവള് അത് അങ്ങനെ തേച്ചതാണ്. അതെന്താ, പെൺകുട്ടികൾ മാത്രമാണോ? അല്ല, അങ്ങനെയല്ല. എന്നാലും ആണുങ്ങളാണ് അതിന്റെ ഒരു. രണ്ട് വ്യക്തികൾക്ക് അത് ജീവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഫാമിലീസ് ലൈക്ക് pot and another pot. When they hit together, they will make sound cling bling bling. അത് മാക്സിമം നമ്മൾ നോക്കിയിട്ട് അത് പറ്റില്ല എന്ന് കാണുമ്പോൾ നമ്മളത് എന്ത് ചെയ്യും? ആ ഒരു ബന്ധം സ്റ്റോപ്പ് ചെയ്യും. ബുദ്ധിമോശമായി പോയി ചേട്ടായി. ഭൂമിയിൽ ഒരു വിവാഹമോചനം നടക്കുമ്പോ അള്ളാഹുവിന്റെ സിംഹാസനം വിറകൊള്ളും എന്നാ നബിവചനം. റിയൽ ലൈഫും രണ്ടും രണ്ടാണ്. വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. ഒരു കോമഡി ചെയ്യുന്നൊരു വ്യക്തി എപ്പോഴും അങ്ങനെയാണ് എന്ന് വിചാരിക്കരുത്. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. എന്ത് വെറുപ്പീരാണ്. അവർക്ക് വേറൊരു മുഖമുണ്ട്. ഒരാളെ രണ്ടാളാക്കി മാറ്റുന്ന വിദ്യ, ഇതിന് ക്ലോണിംഗ് എന്ന് പറയും. ഇതൊരു നല്ല ഡിസിഷനാണ് എന്ന് എനിക്ക് തോന്നി, ഞങ്ങൾക്ക് തോന്നി. സോ ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി, അത്രേ ഉള്ളൂ. നല്ലൊരു നാളേക്ക് വേണ്ടി ചെറിയ ചില ത്യാഗങ്ങളൊക്കെ സഹിച്ചേ പറ്റൂ അല്ലേ?